ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ തന്ത്രി ഖണ്ഡർ രാജീവരുടെ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. എല്ലാ കാര്യങ്ങളും അറിവുണ്ടായിട്ടും തന്ത്രി കുറ്റകരമായ മൗനം പാലിച്ചു. ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഹരിമോഹൻ വിശദാംശങ്ങൾ നൽകും. ഹരിമോഹൻ, സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ അന്വേഷണം വേണം. ഗൂഢാലോചനയിൽ പങ്കാളിയായി തന്ത്രി തുടങ്ങിയ ഗൗരവതരമായ കുറ്റങ്ങളല്ലേ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ആര്യ, വളരെ ഗുരുതരമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ചില പരാമർശങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ SIT കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ തുടക്കം മുതൽക്ക് സംസാരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും 13ാം പ്രതിയായിട്ടുള്ള ഇപ്പോൾ അറസ്റ്റിലായ തന്ത്രി ഖണ്ഡർ രാജീവനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അത് എന്താണ് എന്നുള്ളതാണ്. സാമ്പത്തിക നേട്ടം ഈ സ്വർണ്ണക്കൊള്ള വഴി തന്ത്രി നേടിയിട്ടുണ്ടോ എന്നുള്ളതാണ് SITക്ക് പ്രധാനമായിട്ടും കണ്ടെത്തേണ്ടതുള്ളത്. ആ സാമ്പത്തിക നേട്ടത്തിലേക്കുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയോ എന്നുള്ളതിലുള്ള അന്വേഷണമാണ് ഇനിയിപ്പോൾ നടത്തേണ്ടത്. അത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുവാനുണ്ട് എന്നുള്ളതാണ് SIT ധരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഖണ്ഡർ രാജീവരുടെ ഗുരുതര കുറ്റകൃത്യത്തിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ചുകൊണ്ട്, കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി പരിഗണിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്ന് കൂടി കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. കൂട്ടുത്തരവാദിത്വമുള്ള മറ്റ് വ്യക്തികൾ കൂടി ഉണ്ടാകും. അവരുടെ കുറ്റകൃത്യത്തിലെ പങ്കിനെ പറ്റിയും വിശദമായ അന്വേഷണം നടത്തണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് വിശ്വാസികൾ പരിപാവനവും പുണ്യസങ്കേതവുമായി കാണുന്ന ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് തന്നെ ക്ഷേത്രം വക മുതലുകൾ ദുരുപയോഗം ചെയ്ത് അപഹരണം നടത്തി അനേക ലക്ഷം ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി വ്യക്തിയാണ് തന്ത്രി എന്നുകൂടിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി SIT ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ സമൂഹത്തിലെ ഉന്നതരുമായി വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ജാമ്യം നൽകുന്നത് തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും അടക്കമുള്ള വിവിധ കാര്യങ്ങൾ ഈ പ്രതി ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ജാമ്യം പൂർണ്ണമായിട്ടും തള്ളിക്കളയണം എന്നുള്ളത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് റിമാൻഡ് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം തുടർന്ന് കസ്റ്റഡിയിലേക്ക് വാങ്ങാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി SIT കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ നഷ്ടപ്പെട്ടിട്ടുള്ള കൊള്ളയടിക്കപ്പെട്ടിട്ടുള്ള സ്വർണം ഇതേവരെ കണ്ടെത്താത്തത് കൊണ്ട് തന്നെ തന്ത്രിയിൽ നിന്ന് കൂടുതലായി ഇനിയും വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. സമാനമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്ത മറ്റുള്ളവരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് SIT ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ SIT പറയുന്നത് ഗൂഢാലോചന, അതൊരു ക്രിമിനൽ ഗൂഢാലോചന തന്നെയാണ് നടന്നിരിക്കുന്നത്. അതിൽ തന്ത്രി ഭാഗഭാക്കായിട്ടുണ്ട്. തന്ത്രി, പോറ്റി, മറ്റു പ്രതികൾ ഇവരെല്ലാവരും നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയി സ്വർണ്ണാപഹരണം നടത്താൻ വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും തുറന്നിട്ട് കൊടുത്തത്. ഇതിന്റെ സാമ്പത്തിക ലാഭം പ്രത്യക്ഷത്തിൽ നേടിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനുമാണ്. കൂടുതൽ ആളുകൾ ഏതെങ്കിലും നിലയ്ക്ക് ഇതിന്റെ സാമ്പത്തിക ലാഭം കൈപ്പറ്റിയിട്ടുണ്ടോ, തന്ത്രി അടക്കമുള്ളവർ കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ളതിലാണ് ഇനി വിശദമായ അന്വേഷണം വേണ്ടതെന്ന് കൂടി SIT കൊല്ലം വിജിലൻസ് കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നു. ആര്യ, തന്ത്രിയുടെ റിമാൻഡ് റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വിശദമായി പരിശോധിക്കണം എന്നതടക്കമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടായിട്ടും തന്ത്രി കുറ്റകരമായ മൗനം പാലിച്ചു. ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.